പുറത്ത് നല്ല മഴയാടോ, തകർത്ത് പെയ്യാട്ടോ, ഒരു രക്ഷയില്ല. ഇങ്ങനെയുള്ള ദിവസങ്ങൾ രാവിലെ പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് എണീക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. അങ്ങനെയുള്ള ദിവസങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. ഭയങ്കര ടേസ്റ്റാണോ, മാത്രമല്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. കുട്ടികൾക്കൊക്കെ സ്കൂൾക്കൊക്കെ പോകുന്ന സമയത്ത് ഇരക്ക് പിടിച്ച നേരമാവുമല്ലോ, ആ ഒരു സമയത്ത് നമുക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നല്ല പഴുത്ത മധുരമുള്ള 2 നേന്ത്രപ്പഴം ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച് പഴട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആദ്യം പഞ്ചസാര കേട്ടോ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് പഞ്ചസാര, തേങ്ങ ചിരകിയത് എല്ലാം അവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കാണ്, ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം മറന്നിട്ട് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പച്ചക്ക് ഇങ്ങനെ ഞാൻ ഇട്ട് കൊടുത്ത പോലെ ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒരു ബെറ്ററാക്കാൻ വേണ്ടിയിട്ട് നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിന് ശേഷം നമുക്കിതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ തേങ്ങ ചിരകിയതും പഴവും പഞ്ചസാര എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ 2 മിനിറ്റ് ഒന്നും വേണ്ട, 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഈ പാനിൻ്റെ ഒരു സൈഡിലേക്ക് ഇതുപോലെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ കഴിക്കാം. ഇങ്ങനെ തന്നെ ഞാൻ കഴിക്കാറുമുണ്ട്. പക്ഷേ ചില ടൈമിൽ ഞാനിത് ഇതുപോലെ മുട്ട പൊട്ടിച്ച് ഒഴിക്കാറുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. അതിലേക്ക് ഉപ്പോ പ്രത്യേകിച്ച് പഞ്ചസാര ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഈ ഒരു ഭാഗം വെന്തിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു സമയമാകുമ്പോഴാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ ചിക്കി എടുക്കാറുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സൈഡും നന്നായിട്ട് വെന്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ചിക്കി എടുത്താൽ മതി കേട്ടോ. അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഓക്കെ, അത് ഒരു മിനിറ്റ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. സംഭവം ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണോ കഴിക്കാനായിട്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും ഞാൻ പറയും, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ മോള് സ്കൂളിട്ട് വരുന്ന സമയത്തേക്ക് അധികം ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇതൊരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം അത്ര നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. നല്ല ഈസിയാണ്, എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, എന്നാൽ പ്രോട്ടീൻ റിച്ച് ആണ് കേട്ടോ. ഇതിലേക്ക് ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാഷ്യൂ ബദാമൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു പിടിക്കാട്ടോ, നല്ല ടേസ്റ്റാണ്. ഒന്നുകൂടി ടേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. നിങ്ങളുടെ അടുത്തുള്ള നട്ട്സ് വെച്ചിട്ട് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ എന്നുണ്ടാക്കലൊന്നുമില്ല, എന്നുണ്ടാക്കുന്നൊരു സമയമുണ്ട്, ഡെയിലി കിട്ടുന്നൊരു സമയം, പ്രസവിച്ചെടുക്കുന്ന സമയത്തെ. കാണാൻ വരുന്നവരൊക്കെ മുട്ട, പഴം അതല്ലേ കൊണ്ടുവരും. അപ്പോൾ അത് വെച്ചിട്ട് ഈ ഒരു ഐറ്റാട്ടോ അധികം ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ആക്കല്ലേ. അപ്പോൾ വേഗം തന്നെ സേവ് ആക്കിക്കോ, ട്രൈ ആക്കിക്കോ. അപ്പോൾ ഓക്കെ, ശരി എന്നാൽ, ടാറ്റ, ബൈ ബൈ.